ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യലാണ്. അപ്പോൾ 1 കപ്പ് ഷുഗറാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഷുഗർ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം കൂടി വേണം. അത് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെക്കുക, അല്ലെങ്കിൽ തിളച്ചിരിക്കണം മറ്റേ വെള്ളം തിളച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഷുഗർ കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറേശ്ശെ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. ചൂടോടെ നമുക്കിത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലപോലെ കൂളാവണം. അതിന് ശേഷമാണ് നമുക്ക് ഇത് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി അവിടെ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മളൊരു ചെറിയ ബൗൾ എടുത്തിട്ട് 1.5 കപ്പ് മൈദത്തിലോട്ട് ഇടണം. അതിനുശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു 3/4 ടീസ്പൂൺ സ്പൈസസിൻ്റെ പൗഡറാണ് ഇതിൽ. അപ്പോൾ ഇതിൽ വരുന്നത് ജാതിക്കയുണ്ട്, ഗ്രാമ്പൂ, പിന്നെ സിനമൺ, ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഈ സ്പൈസസ് പൗഡർ. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതുപോലെ വാനില പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. വാനില പൗഡർ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണാണ്. ഇപ്പോൾ നമ്മൾ വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ചുകൂടി വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ, ഒരു 200 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പൗഡേർഡ് ഷുഗർ, അതൊരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദയുടെ പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1-2 സ്പൂൺ അതിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അതൊന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ മുട്ട വീണ്ടും ഒഴിക്കുക. വീണ്ടും അതിൽ നിന്ന് 1 സ്പൂണോ 2 സ്പൂണോ വീണ്ടും മൈദ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും അടിക്കുക. ഇതേപോലെ തന്നെ ലാസ്റ്റ് എഗ്ഗും നമ്മൾ വീണ്ടും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം എല്ലാ സൈഡിലേക്കും ആവാൻ വേണ്ടിയിട്ട് ആ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത് വെച്ച നട്ട്സാണ്. ഇത് ഞാൻ റമ്മിലാണ് സോക്ക് ചെയ്ത് വെച്ചത്. ഇതിൽ ക്രാൻബെറി ഉണ്ട്, കാഷ്നട്ട് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് നട്ട്സാണ് എടുക്കുന്നത്. 1.5 കപ്പ് നട്ട്സ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന മൈദയുടെ മിക്സിലോട്ട് നമ്മൾക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഫ്രൂട്ട് ഇങ്ങനെ താന്നു പോവില്ല നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആ ഒരു കവറിങ് കിട്ടിയിട്ട് ആ നട്ട്സ് കേക്കിൽ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അത് ഈക്വലാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ ഷുഗർ കാരമലൈസ് ചെയ്ത് നന്നായി കൂളായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഞാൻ 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജാം ആഡ് ചെയ്യാം. ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ച് സെസ്റ്റും കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ സമയം കൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളുടെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കട്ടിയുള്ളതായത് കാരണം നമ്മളൊരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈക്വലാക്കി സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 170 ഒരു 50 മിനിറ്റ്സാണ് വെച്ചത്. പക്ഷേ നമ്മൾ ഹീറ്റ് അനുസരിച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ഓൾറെഡി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അത്ര നേരം വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ ആ റമ്മ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് മുകളിലിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പൗഡർ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.